വേണ്ടോ 10 ടണ്ണാണ്, 10 ടൺ വെയിറ്റ്. ലോറിയുടെ വെയിറ്റ് വേറെ. നമസ്കാരം. മൂവാറ്റുപുഴയിൽ ഇപ്പോൾ കെട്ടിടം നിർമ്മാണ മേഖലയിലേക്ക് ഒത്തിരി കോസ്റ്റ് കൂടിയ സമയമാണല്ലോ. എന്ത് സാധനങ്ങളൊക്കെ മേടിച്ചാലും വളരെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്ന ഒരു മൂന്ന് ബിസിനസ്സുകാരാണ് 3 പേര് പ്ലാൻ ചെയ്ത് തീരുമാനം എടുത്താണ്. ഇപ്പോൾ മഡ് ബ്രിക്ക് എന്നാണ് അതിൻ്റെ പേര്. സിമെൻറ്റും മണ്ണും മിക്സ് ചെയ്തൊരു പ്രൊഡക്റ്റ് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നാസർക്ക് പറയും. നാസർ, ആളുടെ പേര് അലി, സലാൽ, 3 പേരാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് പറയും. പറഞ്ഞോളൂ കാര്യങ്ങൾ. നമ്മൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇതിന്റെ പേരിട്ടിരിക്കുന്നത് നാസ് മഡ് ബ്രിക്ക് എന്നാണ്. നമ്മുടെ കമ്പനിയുടെ പേരാണ് നാസ്. ഞങ്ങൾ 3 പേരുടെ കൂടി പേരിന്റെ അധ്യക്ഷം ഇട്ടത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പേരാണ്. ഏതായാലും ഇതിന്റെ നിർമ്മാണ രീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് വെട്ടുകല്ല് മണ്ണ്, അതായത് ലാറ്ററൈറ്റ് സോയിൽ അതിന് ഉപയോഗിക്കുന്നത്. ലാറ്ററൈറ്റ് സോയിലും സിമെന്റും വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് 40 ടൺ പ്രഷർ കൊടുത്ത് ഹൈഡ്രോളിക് പ്രസ് ചെയ്താണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കട്ടയില് 1.5 കിലോ സിമെന്റാണ് നമ്മൾ സാധാരണ ചേർക്കുന്നത് ഒരു കട്ടയ്ക്കകത്ത്. ഒരു കട്ടയ്ക്ക്. നിങ്ങൾ സാധാരണ മണ്ണ് എവിടുന്നാണ് മണ്ണ് ഇവിടെ ഈ മേഖല ധാരാളം മണ്ണ് കിട്ടുന്ന ഏരിയയാണ്. ഇവിടെ ഇഷ്ടംപോലെ പാസ് മണ്ണ് കിട്ടും. അതുകൊണ്ട് ആ മണ്ണ് എടുത്ത് ആളുകൾ മണ്ണുകാരെ പറമ്പിൽ നിന്ന് മണ്ണ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പോയി മണ്ണ് ആദ്യം കണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തും. അത് ലാറ്ററൈറ്റ് സോയിലാന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ മണ്ണ് ഇവിടെ കൊണ്ടുവരാറുള്ളൂ. മണ്ണ് കൊണ്ടുവന്നിട്ട് നിങ്ങളിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ? മണ്ണ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യേണ്ട JCB ഉപയോഗിച്ച് അരിച്ച് മാറ്റും. അരിച്ച് മാറ്റുന്ന മണ്ണ് നമ്മള് അടുത്ത മിക്സിയിലേക്ക് ഇട്ടിട്ട് നേരെ സിമെന്റ് ചേർത്ത് മിക്സ് ചെയ്യും. അപ്പൊ വേറെ സംശയമുണ്ട്. നമുക്ക് ഈ ഒരു കട്ടയ്ക്ക് ഒരു 15 കട്ട നിർമ്മിച്ചാൽ എത്ര ചാക്ക് സിമെന്റ്? 15 കട്ടയ്ക്ക് 1/2 ചാക്ക് സിമെന്റ്. നിങ്ങൾ പറഞ്ഞായിരുന്നു ഇതിനകത്ത് ചെതല് കയറില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞായിരുന്നു. അത് എന്താണ് അങ്ങനെ പറയാനുള്ളത്? ഇത് ചെതല് കയറുന്നത് പലരും പരീക്ഷിച്ച്, ഇവിടെ മാത്രമല്ല പലയിടത്തും ഉണ്ട്, ഈ കട്ടകളുണ്ട്. അവർ പരീക്ഷിച്ച അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്തിയ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയാൻ കാരണം. അതായത് ഇത്ര മണ്ണും സിമെന്റും ചേർത്ത് മിക്സ് ചെയ്ത് 14 ദിവസത്തോളം ഞങ്ങൾ നനയ്ക്കും. 15 ദിവസത്തോളം നനയ്ക്കും. അതിനുശേഷം വീണ്ടും ഉണക്കിയതിനു ശേഷമാണ് ഈ കട്ട ഞങ്ങൾ പുറത്തേക്ക് വിടുന്നത്. അപ്പൊ അത്രയ്ക്ക് സ്ട്രോങ് ആയ സാധനം. 40 ഞാൻ പറഞ്ഞില്ല, 40 ടൺ ഹൈഡ്രോളിക് പ്രഷർ കൊടുത്ത ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വെച്ച് പ്രസ് ചെയ്തതിനു ശേഷമാണ് ഈ സാധനം പുറത്തേക്ക് ഇറക്കുന്നത്. എയർ ഉണ്ടാവില്ല, എയർ ഫ്രീ ആണ്. ഇത് നിങ്ങൾ മോശം മാത്രമാണോ അതോ പുറത്തേക്ക് നിങ്ങൾ ഞങ്ങള് കേരളത്തിൽ എല്ലായിടത്തും ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. പല ആളുകൾ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്, കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നല്ല സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു സംശയം, നമുക്കിത് ടിപ്പയിലൊക്കെ ലോഡ് തട്ടി കഴിയുമ്പോ കട്ട പൊട്ടി പോകുന്ന അങ്ങനെ ഇല്ല, ഒരൊറ്റ കട്ട പൊട്ടില്ല. പിന്നെ ഈ എഡ്ജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോ പറഞ്ഞ് തിരികെ പോയേക്കാത്രേ ഉള്ളൂ. അല്ലാതെ കട്ട പൊട്ടിപ്പോണ ലോഡിംഗ് ചാർജില്ല, അൺലോഡിംഗ് ചാർജ് ഇത് കുറവാണ്. ശരി. അപ്പൊ ഇത് നമ്മള് കട്ട അടിച്ച ശേഷം ഇത് എത്ര ദിവസം? 5 ദിവസം നനയ്ക്കും. 15 ദിവസം നനച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ്. അല്ല, ഇതിപ്പോ എല്ലാം ചോദിക്കുന്നത് ഒരു കട്ടയ്ക്ക് വില എന്താ? ഒരു കട്ട ഞങ്ങൾ 35 രൂപ കൊടുക്കുന്നത്. 35 രൂപ വണ്ടി കയറ്റി കൊടുക്കും. അപ്പൊ സാധാരണ ഒരു കട്ടയ്ക്ക് 40 രൂപയ്ക്കാണ് ഞാൻ കണ്ടത്. 35 രൂപ ഒരു കട്ട. അത് വണ്ടി നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കും. ലോഡ് ചെയ്ത് കൊടുക്കുന്ന ചാർജാണ് 35 രൂപ. പിന്നെ പ്ലസ് വണ്ടി വാടകയും വരും. പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇതില് ഈ ഇഷ്ടികം കൊണ്ട് നമ്മൾ വീടുകളോ മതിലുകളോ പണിത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്ത് ഗുണങ്ങളാണോ ഉള്ളത്? ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പറഞ്ഞ ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എല്ലാ വശങ്ങളും ഫിനിഷിംഗ് ആയതുകൊണ്ട് സിമെന്റ് തേക്കുവേണ്ടി തന്നെ സിമെന്റ് കുറച്ച് മതി. ഇനി തേക്കാത്തുള്ള ആൾക്ക് തേക്കാൻ ആഗ്രഹിക്കുന്നതിൽ നേരിട്ട് പുട്ടി ചെയ്ത് പെയിന്റ് അടിക്കാം. കാരണം സിമെന്റിന്റെ ചെലവ് ലാഭിക്കാം. പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞ വീട്ടില് തണവ് ഇത് മണ്ണ് കൂടുതൽ. ഇതിന്റെ മെയിൻ കണ്ടൻസ് മണ്ണാണ്. മണ്ണായതുകൊണ്ട് നമുക്ക് വെട്ടുകല്ല് വേണ്ട, നമ്മൾ വെട്ടുകല്ലിന്റെ വീട് വരുമ്പോൾ മണ്ണാണല്ലോ. മണ്ണ് കൊണ്ട് വീട് വന്നു കഴിഞ്ഞാൽ തണുപ്പ് നിലനിർത്തും. അതുപോലെ തന്നെയാണ് ഇതും. അപ്പൊ എപ്പോഴും തണുപ്പ് പോലെ ആ തണുപ്പ് അവര് AC കൂളിംഗ് ആയിരിക്കും എപ്പോഴും വീട്ടില്. അപ്പൊ ഇതിന്റെ റേറ്റ് കാര്യങ്ങള് നിങ്ങൾ വലിയ കട്ടയ്ക്ക് എന്താ റേറ്റ് പറഞ്ഞ? വലിയ കട്ടയ്ക്ക് 35 രൂപ. 35 രൂപ. ചെറിയ കട്ട ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ കട്ടയുടെ സൈസ് ഒരടി നീളം, 8 ഇഞ്ച് വീതി, 6 ഇഞ്ച് കനം. അതാണ് വലിയ കട്ട. സ്റ്റാൻഡേർഡ് കട്ടയാണ് ഇത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സിമെന്റ് കട്ടയാണെങ്കിലും വെട്ടുകല്ല് ആണെങ്കിലും ഇങ്ങനെ ഈ രീതിക്കായിരിക്കും.
അതിന്റെ അടുത്ത കട്ട എന്ന് പറഞ്ഞാൽ ഒരടി നീളം 8 ഇഞ്ച് വീതി 4 ഇഞ്ച് കനം. ഇങ്ങനെ 2 ടൈപ്പ്. ഇത് പാരപ്പെട്ട് കെട്ടാനും മതിൽ കെട്ടാനൊക്കെ ആണെങ്കിൽ ധാരാളം ചെറിയ കട്ട മതി. സിമെന്റ് കുറച്ച് മതി, തേപ്പിന് സിമെന്റ് കുറച്ച് മതി. പോളിഷ് ചെയ്താൽ വരെ നല്ല അതിലൊക്കെ കൊടുത്ത പോളിഷ് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ വേറെ സംഭവം ഉണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സന്തോഷ വാർത്ത ഒരു ഓഫർ. ഞങ്ങളിപ്പോ ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ഇത് കാണുന്നത്, ഞങ്ങളിത് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ ഫോളോവേഴ്സിന് എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഓഫർ കൊടുക്കാം. എന്താണ് പറഞ്ഞത്? നമുക്ക് ആദ്യത്തെ 10 കിലോമീറ്റർ ചുറ്റളവില് ഫ്രീ ഡെലിവറി കൊടുക്കാം. ആദ്യത്തെ 10 കിലോമീറ്റർ ഫ്രീ ആയിട്ട് 100 പേർക്ക് 100 പേർക്ക് കൊടുക്കും. ആദ്യത്തെ 10 പേർക്ക് ഞങ്ങളൊരു 10 ചുറ്റളവില് 100 പേർക്ക്. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ ചുറ്റളവില് ഫ്രീ ഡെലിവറി. അത് ആദ്യത്തെ 100 പേർക്ക് 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഫ്രീ ആയിട്ട് ഈ കട്ട നിങ്ങളുടെ വീട്ടിൽ ഇറക്കി തരും. ആദ്യം വിളിക്കുന്നവർക്ക് മാത്രം അതിന് ആവശ്യക്കാര് ഇവരെ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക. ഇവര് നിങ്ങളെ ബാക്കി കാര്യങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം തരുന്നതാണ്. ആദ്യം വിളിക്കുന്ന 100 പേർക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ഉണ്ട്. പിന്നെ അപ്പൊ ഒരു കാര്യം കൂടെ ചോദിക്കാൻ പറഞ്ഞേ, നമുക്ക് സാധാരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സിമെന്റ് ഇഷ്ടി എടുത്തു, അത് പൊട്ടിച്ച് നമുക്ക് ചെറിയൊരു പീസിന് വേണ്ടി പൊട്ടിച്ച വെട്ടേല് എടുത്ത് വെട്ടേല് പൊട്ടിക്കുന്ന പകുതിയും ഒരു കഷ്ണം പോവുക സാധാരണ. ഈ കല്ലിന് അങ്ങനെ അങ്ങനെയില്ല. നമ്മൾ എത്ര ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് ചെറിയ പൊടി ഇഷ്ടി ഉണ്ടെങ്കിൽ ചെറിയ ഇഷ്ടിക ആ ഇഷ്ടിയുടെ വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. കട്ടർ ഉപയോഗിച്ച് മുറിച്ച് അതുപോലെ എത്ര പീസായിട്ട് മുറിക്കുന്നത് അത്രയും പീസ് കിട്ടും. അല്പം പോലെ വേസ്റ്റ് ഇല്ല. ആ മുറിക്കുമ്പോഴുള്ള പൊടി മാത്രമേ വേസ്റ്റ് ആയിട്ട് പോകുന്നുള്ളൂ. കട്ട ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല. അതുപോലെ ഈ ഇലക്ട്രിഫൈ ചെയ്യുമ്പോഴത്തേക്കും വയറിംഗ് ഇവിടെ ചെയ്യാനായിട്ട് നല്ല കട്ടർ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല അലുവ മുറിക്കും പോലെ ഇരിക്കും. അടിപൊളിയായിരിക്കും. പല സ്ഥലത്തും ചില ഹോളുകൾ ഇത് ഹോളൊന്നുമില്ലല്ലോ. ഫുൾ എയർ ടൈറ്റ് ആയിട്ടുള്ള സാധനമാണ്. എയറൊന്നും എയർ കയറില്ല. ക്യാവിറ്റി ഇല്ല ഇതിനകത്ത്. വെട്ടിലും ധാരാളം ക്യാവിറ്റി വരും. അപ്പൊ ചെതില് കയറാം, മറ്റേ ചെറിയ പ്രാണികൾ കയറിയിരിക്കുകയും ചെയ്യും. ഇതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യട്ടെ, എത്ര വരെ കോസ്റ്റ് കുറയ്ക്കാം? സാധാരണ ഒരു കെട്ടണം, സാധാരണ ഒരു വെട്ടലും ഓളപ്പിച്ചൊക്കെ വെച്ച് പണിയുന്നതും ഇതും വെച്ച് വരുമ്പോ എത്ര വരെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം? ഒരു മൊത്തം ചെലവിൽ 30% കുറയ്ക്കാൻ പറ്റും നമുക്ക്. അതായത് മെയിൻ ആയിട്ട് നമുക്ക് നമുക്ക് കുറെ ലാഭം കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് പിന്നെ വെട്ടിലക്കായുള്ള ബലമുണ്ട്. നല്ല വെട്ടിലക്കായും 10 മടങ്ങ് വിലയുള്ള സാധനം ഇത്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഇവര് പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ തന്നിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ മൂവാറ്റുപുഴയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്, ഈ സ്ഥലത്തിന്റെ പേരെന്താന്നൊക്കെ ഒന്ന് പറയാതെ. കാരണം വെച്ചാൽ വന്നവർക്കൊന്ന് വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മൂവാറ്റുപുഴയിൽ നിന്ന് 8 കിലോമീറ്റർ മാറിയിട്ടാണ് ആയവന. ആയവനയിലാണ് ഞങ്ങളുടെ സ്ഥാപനം ഇരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് 8 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ സൈറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കാലാമ്പൂർ വഴി ഇവിടെ എത്തിച്ചേരാം. മൂവാറ്റുപുഴയിൽ നിന്ന് കാലാമ്പൂർ വഴി. ഇത് നമ്മുടെ ഇവിടുന്ന് ആയവരേന്ന് കാവക്കാട് റോഡ് ഇവിടെ വണ്ണപ്പുറം റോഡിലേക്ക് കയറി അല്ലെ? അപ്പൊ അവിടുന്ന് കയറിയത് ഏകദേശം 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ അല്ലെ? ആയവന പഞ്ചായത്തിന്റെ മൂവാറ്റുപുഴയിലത്തെ ആദ്യത്തെ ഒരു സംരംഭമാണ്. സ്കൂളുണ്ട്. അതെ, സ്കൂള് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ്. അപ്പൊ ഇതിന്റെ കറന്റ് ലൊക്കേഷൻ ഒന്നോടെ ഞങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ നിങ്ങള് ഇതിന്റെ ആവശ്യക്കാര് എത്രയും വേഗം ഇവരെ കോണ്ടാക്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യാം. കേരളത്തിൽ എവിടെയും ഇവര് ഇവരുടെ പ്രൊഡക്ഷൻ എത്തിച്ചു തരുന്നതാണ്. പിന്നെ ഇവരുടെ ഓഫറുകൾ ഞങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിന്റെ മെഷീന്റെയും അതുപോലെ ഈ കട്ടയുടെ ബലത്തെക്കുറിച്ചും ഇതിനെല്ലാം ഞങ്ങൾ വീണ്ടും ഒന്നോടെ ഇതിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കാണുക കേട്ടോ. കണ്ടാലോ? ഓക്കെ. സിമെന്റ് അടിച്ചാ അമ്മ തീർന്നോളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അരച്ചാക്ക് സിമെന്റ് നമ്മളാണ് ഇട്ടിരിക്കുന്നത്. അരച്ചാക്ക് സിമെന്റും അതിനനുസരിച്ച് മണ്ണും ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇത് മിക്സ് ചെയ്ത് ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന നമ്മൾ 15 മുതൽ 16 കട്ടയാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. അരച്ചാക്ക് സിമെന്റ് കൊണ്ട്. അരച്ചാക്ക് സിമെന്റും മണ്ണോടച്ചും ചേർത്തുള്ള മിക്സോ. മണ്ണും സിമെന്റും മിക്സ് ചെയ്ത മിശ്രിതമായി വരുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടോ? കട്ട ഉണ്ടാക്കണം മോൾഡ് ഇത്.
ആ ഇപ്പൊ മോൾഡ് ഇപ്പൊ 2 അടി ആഴമുള്ള മോൾഡ് അത് ഇന്നത്തെ കട്ട ഉണ്ടാക്കി പ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരടിയിലേക്ക് വരും. ഒരടി കട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2 അടി ആഴമുള്ള മോൾഡ് ഉപയോഗിക്കുന്നത്. അതിപ്പോ ഇതിന്റെ ഇരട്ടി മണ്ണും ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പകുതിയായിട്ട് അത് കോമ്പാക്ട് ചെയ്ത് പ്രസ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഈ പ്രഷർ മെഷീൻ പ്രഷർ നോക്ക്, പ്രഷർ യൂണിറ്റ് അത് നോക്കും. അതുപോലെ തന്നെ ഇത് തനി വെട്ടുകല്ലിന്റെ വേറെ വെട്ടുകല്ല് സ്വാഭാവികമായിട്ട് ഇപ്പൊ സാധാരണ രീതിയിൽ വളരെ കുറവാണ് കിട്ടാനൊക്കെ ആയിട്ട്. മഴക്കാലമായിട്ട് വെട്ടുകല്ലില്ല. അതുകൊണ്ട് ഒത്തിരി പേരുടെ എൻക്വയറികൾ ഞങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. വെട്ടുകല്ല് സ്വാഭാവികമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വെട്ടുകല്ലില്ല. ഇത് വെട്ടുകല്ല് ഇട അല്ല